മുഖ്യമന്ത്രി സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. ഞാൻ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മള് ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിന് ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. ഇപ്പൊ 4,43,000 പേർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വെച്ചു കൊടുത്തു എന്ന് ഞാൻ തെളിയിച്ചപ്പോ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ 4,000 വീടേ ഉണ്ടായിരുന്നതെന്ന്. ആ 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതതെന്ന് അദ്ദേഹം ഒരു എമണ്ടൻ നുണ, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നുണ പറഞ്ഞപ്പോൾ ഞാനത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങൾ നിയമസഭയിൽ തന്ന ഉത്തരം വെച്ച് അത് അല്ലാന്ന് തെളിയിച്ചു. ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിച്ചു ഇല്ലേ? അദ്ദേഹം പറഞ്ഞാണ് നുണയെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു പരാമർശവും ഇല്ല എല്ലാ കാര്യത്തെയും കുറിച്ചും. ഇപ്പൊ എന്താ പറയുന്നത്, SDPI ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ ഞങ്ങൾ എന്തിനാ അത് വേണ്ടാന്ന് പറയണമെന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അപ്പൊ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തപ്പോ ഇതല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. UDF-ന് പിന്തുണ കൊടുത്തപ്പോ വെൽഫെയർ പാർട്ടി ഭയങ്കര വർഗീയവാദികളാണ്, ഭയങ്കര പ്രശ്നമാണ്, മതരാഷ്ട്രവാദികളാണ്. 40 കൊല്ലം അവരെ തോളത്ത് വെച്ചുകൊണ്ട് നടന്നതിന് ശേഷം അപ്പോ മതേതരവാദികളും ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോ വർഗീയവാദികളും ആയി മാറ്റി. അപ്പൊ SDPI മതേതരവാദവും SDPI വർഗീയവാദവും ഒന്നും അല്ല പ്രശ്നം. SDPI പിന്തുണ ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾ എന്തിനാ വേണ്ടാന്ന് പറയണെന്ന്. UDF വേണ്ടാന്ന് പറയുന്നു. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് അറിയാലോ. UDF വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് ഇന്നും SDPIയുടെ പത്രസമ്മേളനത്തിൽ അവർ എന്നെയാണ് വ്യക്തിപരമായി ആക്രമിച്ചത്. ഞാനത് പറഞ്ഞു. ഞാൻ UDF-ന്റെ തീരുമാനം പത്രസമ്മേളനം നടത്തി പറയുകയാണ് ചെയ്തത്. SDPIയുടെ പിന്തുണ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൂട്ടർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ച ആദ്യത്തെ മുന്നണിയാണ് UDF. മുഖ്യമന്ത്രിയാണ് മറന്നുപോകണ്ട. മുഖ്യമന്ത്രി തന്നെ ഓർമ്മപ്പെടുത്താം. മുഖ്യമന്ത്രി ഇപ്പോ എവിടെ എത്തിയിരിക്കുന്നു? അവസരവാദത്തിന്റെ ആൾരൂപമായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പൊ എന്താ, RSS-മായി ചില സമയത്ത് കൂടും, ചില സമയത്ത് കൂടില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒന്ന്, SDPI-യുമായി അവർ നമ്മളെ പിന്തുണച്ചാൽ എന്താണ് കുഴപ്പം എന്നിപ്പോ നമ്മളോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പൊ SDPI-യുമായി മുഖ്യമന്ത്രി കൂടും, PDP-യുമായി മുഖ്യമന്ത്രി കൂടും, മുഖ്യമന്ത്രി RSS-മായിട്ടും കൂടും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. കൃത്യമായ അവസരവാദമാണ് ഇത്. CPM-ന്റെ അവസരവാദമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസരവാദമാണ്. എല്ലാ ന്യൂനപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ വർഗീയതയുമായും പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യുക. എന്ത് ചെയ്താലും ജയിക്കില്ല. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പ് സെക്കുലറാണ് എന്ന് തെളിയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. SDPI-യുമായി കൂട്ടുകൂടുമ്പോ ആ പിണറായി വിജയൻ ആദ്യം പോയി ചെയ്യേണ്ടത് SDPI-ക്കാർക്കൊന്ന് അഭിമന്യുവിന്റെ വീട്ടിൽ പോയി അവരുടെ മാതാപിതാക്കളുടെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. ആദ്യം അഭിമന്യുവിന്. എന്റെ കയ്യിലുണ്ട് അന്നത്തെ ദേശാഭിമാനി പത്രം. അവര് കൊന്നതാണ് എന്ന് പറഞ്ഞു. അഭിമന്യുവിനെ കൊന്നതാണ് എന്ന് പറഞ്ഞു. എന്തൊരു പ്രചരണമായിരുന്നു അഭിമന്യുവിന് വേണ്ടി നടത്തിയ പ്രചരണം. ആ രക്തസാക്ഷികളോട് പോലും നീതി കാണിച്ചില്ലല്ലോ. ഇപ്പൊ എന്താ നടക്കുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി ഞങ്ങളോട് വയനാട്ടിലെ കണക്ക് ചോദിക്കുക. വയനാട്ടിലെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ. വയനാട്ടിലെ കണക്ക് അത് പണി പൂർത്തിയാകുമ്പോൾ ഞങ്ങളെ കണക്ക് അവതരിപ്പിക്കും. ഒരു പ്രോജക്ട് പൂർത്തിയാക്കുമ്പോഴാണ് അതിന്റെ കണക്ക് അവതരിപ്പിക്കും. അത് പബ്ലിക്കിനോടാണ് പറയുന്നത്. CPM-ന് കണക്ക് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. പബ്ലിക്കിനോട് ഞങ്ങൾ അവിടുത്തെ പ്രോജക്ട് പൂർത്തിയാക്കുമ്പോൾ പറയും. ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വരുന്ന മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ആ പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പൈസ ആ ഏരിയ സെക്രട്ടറി MLA-യും കൂടി എവിടെ മുക്കിയെന്ന് ആദ്യം അന്വേഷിക്കും. അഭിമന്യുവിന്റെ വേണ്ടിയിട്ട് പൈസ പിരിച്ചത് എവിടെ മുക്കിയെന്ന് അന്വേഷിക്കും. സ്വന്തം പാർട്ടിക്കാര്. തിരുവനന്തപുരത്ത് പ്രവീണിന് വേണ്ടി രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അതെവിടെ മുക്കിയെന്ന് അന്വേഷിക്കും. സ്വന്തം പാർട്ടിക്കാര് രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ട് വരെ മുക്കുന്ന പാർട്ടിയാണ്. അപ്പൊ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ നേതാവെന്ന നിലയിൽ സ്വന്തം പാർട്ടിക്കാര് പാവപ്പെട്ട രക്തസാക്ഷികളുടെ കുടുംബത്തിനെന്ന പേരിൽ നടത്തിയ ഫണ്ട് മുഖ്യതിനെ കുറിച്ച് അത് അന്വേഷിച്ചിട്ട് ഞങ്ങളോട് കണക്ക് ചോദിക്കാൻ വന്നാൽ അത്രയൊന്നും മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി ഞങ്ങളോട് കണക്ക് ചോദിക്കണ്ട. മുഖ്യമന്ത്രി ആദ്യം പോയി കണക്ക് ചോദിക്കും. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വന്നാണ്.